വീണ്ടും സ്വാഗതം എല്ലാവർക്കും. കലോത്സവത്തെ ഗിന്നസ് ബുക്കിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത കലോത്സവം ഗ്രാമാന്തരീക്ഷമുള്ള ജില്ലയിലാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നാൽ എന്തും വിജയിപ്പിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് കലോത്സവമെന്നും മന്ത്രി പറഞ്ഞു. 63ാമത് കലോത്സവം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയ ഫലമായിട്ടാണ് പരാതിരഹിത യുവജനോത്സവമായി 63ാം കലോത്സവം മാറുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിന് ഏത് കാര്യവും വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ സന്ദേശമാണ് ഈ യുവജന ഉത്സവം ചൂണ്ടിക്കാണിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ഇവർ തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അത് 63 എണ്ണത്തിൻ്റെയും ഏതൊക്കെ ജില്ലയിലാണ് വെച്ച് ഏറ്റവും കൂടുതൽ നടന്നതെന്ന് നോക്കിയ ശേഷം നടത്താം. ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തണമെന്നൊരു പൊതു അഭിപ്രായം വന്നിട്ടുണ്ട്. സാധാരണ എല്ലാം നഗരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് എന്ന് അതിൻ്റെ സൗകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് അതെങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പരിഗണനയിലാണ്.